ഹായോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് മാർക്കറ്റ്സിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു. ആ ഫസ്റ്റ് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ട് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ടെന്നുള്ളത്. സോ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ തന്നെയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ റോൾ എന്താണെന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് സെയില്, പർച്ചേസ്, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ഓർ മെക്കാനിസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ റോൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ സർപ്ലസ് യൂണിറ്റിൽ നിന്ന് ഡെഫിസിറ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് കേട്ടോ. ദ റോൾ ഓഫ് ട്രാൻസ്ഫറിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം സർപ്ലസ് യൂണിറ്റ് ടു ദ ഡെഫിസിറ്റ് യൂണിറ്റ്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേവേഴ്സിന്റെയും ബോറോവേഴ്സിന്റെയും ഇടയിൽ, അതായത് ലെൻഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു, ക്യാപിറ്റൽ ഫ്ലോസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഫിസിക്കൽ റിസോഴ്സുകളിലായിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സുകളിലായിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്നും അതേപോലെ തന്നെ സേവേഴ്സിന്റെ ഇടയിലും ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. സോ അതൊരു അലോക്കേറ്റീവ് ഫംഗ്ഷൻ ആണ്. അതെന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എങ്കിലും നമുക്ക് എക്സാമിന് എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നെങ്കിൽ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഇതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് സേവിങ്സ് എല്ലാം, അതായത് എക്കണോമിയിലെ സേവിങ്സ് എല്ലാം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി പറ്റും. അതുവഴി നമ്മുടെ നാഷണൽ ഒബ്ജക്റ്റീവ്സ്, ഡിസയർ ചെയ്തിട്ടുള്ള നാഷണൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇൻഡസ്ട്രിയുടെയും എക്കണോമിയുടെയും ഗ്രോത്തിന് മാത്രമല്ല ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്തത്, ഒപ്പം സൊസൈറ്റിയുടെ വെൽബീയിങ്ങിനും അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് റൈസ് ചെയ്യാനൊക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ പിക്ചർ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോക്കേറ്റീവ് ഫംഗ്ഷൻ ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു അലോക്കേറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ലെൻഡേഴ്സിന്റെയും ബോറോവേഴ്സിന്റെ ഇടയിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ലെൻഡേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത് ഹൗസ് ഹോൾഡ് ലെൻഡേഴ്സ് എന്ന് പറയുന്നത് സേവേഴ്സ് ആണ് കേട്ടോ. അവിടെ ഹൗസ് ഹോൾഡ്സ് വരാം, ബിസിനസ് ഫേംസ് വരാം, ഗവൺമെന്റ് വരാം, ഫോറിനേഴ്സ് വരാം. അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് നേരിട്ട്, അതായത് ഡയറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് വഴി ഇൻഡയറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലോ എത്തുന്നു. അവിടെ നിന്ന് ഈ ഫണ്ടുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ബോറോ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെൻഡേഴ്സ് വാങ്ങുന്നു. ആരൊക്കെയാണ് ഈ സ്പെൻഡേഴ്സിൽ വരുന്നത്? ഇവരൊക്കെ തന്നെയാണ് ഹൗസ് ഹോൾഡ്, ബിസിനസ് ഫേംസ്, ഗവൺമെന്റ്, ഫോറിനേഴ്സ്. സോ ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലേക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എത്തുന്നു. അത് പിന്നെ അവിടെ നിന്ന് ബോറോവേഴ്സ് അല്ലെങ്കിൽ സ്പെൻഡേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് അത് വാങ്ങുന്നത് കേട്ടോ. സോ അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന് ഒരു അലോക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് ആണ്. രണ്ട് രീതിയിൽ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. എക്കണോമിക് ഫംഗ്ഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. എക്കണോമിക് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് റിസോഴ്സുകളെ ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ബോറോവേഴ്സിന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം സർപ്ലസ് റിസോഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കയ്യിലുള്ള കൂടുതൽ ഫണ്ട് നമ്മൾ റിസോഴ്സുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെൻഡേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതർ സൈഡിൽ ബോറോവേഴ്സ് ഉണ്ട്. ആ ബോറോ ചെയ്യുന്ന ആളുകൾ അവർ ബോറോവർ ഫണ്ട് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവർക്കും അതിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പറയുന്നത് പോലെ തന്നെ എക്കണോമിയുടെയും പബ്ലിക്കിന്റെയും ഒക്കെ വെൽഫെയറിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ഇനി ഒരു പോയിന്റ് കൂടെ നമുക്കവിടെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ ഫോർമേഷൻ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സേവിങ്സിന്റെ ഫ്ലോ അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ക്യാപിറ്റൽ ഫോർമേഷനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ ഫംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ബോറോവേഴ്സിന് അവരുടെ കാര്യങ്ങളെല്ലാം പ്ലാനുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അവർക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലെൻഡേഴ്സിന് അവരുടെ കയ്യിലുള്ള അസറ്റ് വെച്ചിട്ട് അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നു. മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നത് മൂലം നമുക്ക് അവിടെ എന്ത് കിട്ടുന്ന പറയുന്നത്, ഫിനാൻഷ്യൽ അസറ്റുകൾ ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ പറഞ്ഞ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിന് പുറമെ ഫിനാൻഷ്യൽ മാർക്കറ്റ് 3 എക്കണോമിക് ഫംഗ്ഷൻസും കൂടി പെർഫോം ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ അസറ്റുകളുടെ റിക്കേർഡ് റിട്ടേൺ അല്ലെങ്കിൽ ട്രേഡബിൾ അസറ്റിന്റെ മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ബയേഴ്സും സെല്ലേഴ്സും ഇന്ററാക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും ഇന്ററാക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ട്രേഡബിൾ അസറ്റിന്റെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ റിക്കേർഡ് റിട്ടേൺ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ അസറ്റിന്റെ ഈസി പർച്ചേസ് ആൻഡ് സെയിൽസ് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റിന്റെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഒപ്പം ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഒരു അവരുടെ എല്ലാ നീഡ്സും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അവരുടെ ടൈം, എഫേർട്ട്, മണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യാനും ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എക്കണോമിക് ഫംഗ്ഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്, പ്ലസ് 3 അഡീഷൻ ആയിട്ട് 3 ഫംഗ്ഷൻസ് അവിടെ പറയാനുണ്ട്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് 2 ബേസിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെച്യൂരിറ്റി സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ പീരീഡ് കേട്ടോ, പീരീഡ് അല്ലെങ്കിൽ മെച്യൂരിറ്റി സ്ട്രക്ചറിന്റെ ബേസിസിൽ നമ്മൾ മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ട്രേഡിങ്ങിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് അത് മെച്യൂരിറ്റി സ്ട്രക്ചറിന്റെ ബേസിലും ട്രേഡിംഗ് സ്ട്രക്ചറിന്റെ ബേസിലും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫർദർ ആയിട്ട് മെച്യൂരിറ്റി സ്ട്രക്ചറിനെ മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും ട്രേഡിങ്ങിനെ പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മാർക്കറ്റുകളെ കുറിച്ച് നോക്കാം. ആദ്യം പറയുന്നത് മണി മാർക്കറ്റ് ആണ് കേട്ടോ. സോ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ട്രേഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസറ്റുകളുടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 ഇയറോ ഓർ ലെസ് ദാൻ 1 ഇയറോ ആയിരിക്കും. സോ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടിന്റെ നീഡ്സ് കാറ്റർ ചെയ്യാനുള്ള മാർക്കറ്റ് ആണ് ഇത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ മണി മാർക്കറ്റ് ഈസ് ദ പ്ലേസ് ഓർ മെക്കാനിസം where short term instruments are traded with a maturity period of 1 year or less than 1 year. ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മെച്യൂരിറ്റി പീരീഡ് 1 ഇയർ ഓർ ലെസ് ആയിട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിന് നമ്മൾ പറയുന്ന പേരാണ് മണി മാർക്കറ്റ് എന്നുള്ളത്. സോ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട് നീഡുകൾ കാറ്റർ ചെയ്യുക, അതേപോലെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് മണി മാർക്കറ്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവിടെ പറയാനുള്ളത് ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, അവർക്ക് ടെമ്പററി ആയിട്ട് വരുന്ന ഷോർട്ട് ഫോൾസ്, അതായത് ലിക്വിഡിറ്റിയിൽ വരുന്ന ടെമ്പററി ആയിട്ട് വരുന്ന ഷോർട്ട് ഫോളുകൾക്ക് അവർക്ക് എവിടേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും, മണി മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിട്ട് അവർക്ക് അവരുടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഷോർട്ട് എന്നുള്ള വാക്കും ലെസ് ദാൻ 1 ഇയർ ഓർ മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ ഓർ അപ് ടു 1 ഇയർ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഓർമ്മിക്കണം. പിന്നെ നമുക്ക് പറഞ്ഞു മണി മാർക്കറ്റിലാണ് നമ്മുടെ ലിക്വിഡിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നത്. പിന്നെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. RBI എന്നത് മണി മാർക്കറ്റിന്റെ എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിൾ ആയിട്ടുള്ളതും അതേപോലെ മണി മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും, മണി സപ്ലൈ, എക്കണോമിയിലെ എല്ലാ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ആരാണ്, സെൻട്രൽ ബാങ്ക് ആണ്. ഇനി മണി മാർക്കറ്റ് ഇൻഡസ്ട്രി, ട്രേഡ്, കൊമേഴ്സിന്റെ എല്ലാ രീതിയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റും മീറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ആണ് മീറ്റ് ചെയ്യുന്നത് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അഥവാ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ആണ് മീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റിൽ
അവിടെ സ്പെഷ്യലൈസ്ഡ് സബ് മാർക്കറ്റുകൾ വരുന്നുണ്ട്. ഒപ്പം സെൻട്രൽ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്കുകൾ, സേവിങ്സ് ബാങ്കുകൾ, ഡിസ്കൗണ്ട് ഹൗസസ്, ആക്സെപ്റ്റൻസ് ഹൗസസ്, ബിൽ മാർക്കറ്റ്, ബുള്ളിയൻ മാർക്കറ്റ്, ഇതെല്ലാം മണി മാർക്കറ്റിൽ വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ബാങ്ക് ആണ് മണി മാർക്കറ്റിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കിൽ നമ്മൾ പ്രിസൈഡിംഗ് ഡയറ്റി ഓഫ് മണി മാർക്കറ്റ് എന്ന് പറയും. മണി മാർക്കറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂട്ടർ തന്നെയാണ് RBI എന്ന് പറയുന്നത്. RBIയുടെ മോണിറ്ററി പോളിസിയുടെ ഡയറക്റ്റ് പെർവ്യൂ തന്നെയാണ്. അതിന്റെ കറക്റ്റ് അണ്ടറിലായിട്ടാണ് എന്ത് വരുന്നത്, മണി മാർക്കറ്റിന്റെ എല്ലാ പ്രോസസ്സും അല്ലെങ്കിൽ മണി മാർക്കറ്റിന്റെ എല്ലാ ആക്ടിവിറ്റീസും അതിന്റെ അടിയിലാണ് വരുന്നത്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓപ്പറേഷൻസ്, അതായത് മോണിറ്ററി പോളിസിയിലുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മണി മാർക്കറ്റിൽ എപ്പോഴും ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് RBIയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം ആയിട്ട് പറയുന്നത്. സോ നമ്മൾ സിംപിളി മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സുകൾ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വിത്ത് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 1 year ഓർ ലെസ് ദാൻ 1 year കേട്ടോ. സോ നമ്മൾ നേരെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇവിടുത്തെ ബയേഴ്സും സെല്ലേഴ്സും എന്ന് പറയുന്നത് ഓർഡിനറി ഷെയറുകൾ, ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പോലെയുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത് വിത്ത് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് മോർ ദാൻ 1 year. അതായത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് പീരീഡ് ഓഫ് മെച്യൂരിറ്റി പീരീഡിലേക്ക് ഫിനാൻഷ്യൽ അസറ്റുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. സോ പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്യാനും അത് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ വലിയ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഫിനാൻഷ്യൽ അസറ്റുകളെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ അസറ്റുകളായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം ക്യാപിറ്റൽ ഫോർമേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിന് ഈ റീസെന്റ് ഇയേഴ്സിന് നല്ല രീതിയിലുള്ള ഗ്രോത്ത് വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് 3 പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നത്. കമ്പനീസ് വരുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഒപ്പം ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റുകൾ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ആരൊക്കെ വരുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ട്, കൊമേഴ്സ്യൽ ബാങ്കുകൾ വരുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് വരുന്നുണ്ട്, ഡെവലപ്മെന്റ് ബാങ്ക്സ് വരുന്നുണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ വരുന്നുണ്ട്, ഒപ്പം കമ്പനീസും വരുന്നുണ്ട്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഓർ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വേണ്ട ഗ്രോത്ത് ഓഫ് എക്കോണമിയാണ്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റിലാണ് റിസോഴ്സുകളുടെ മൊബിലൈസേഷനും അതിന്റെ പ്രോപ്പർ അലോക്കേഷൻസ് ഒക്കെ വരുന്നത്. സർപ്ലസ് ഫണ്ടുകൾ ആർക്കാണോ അത് ആവശ്യമുള്ളത് അവരുടെ അടുത്തേക്ക് പ്രൊഡക്റ്റീവ് ചാനൽ വഴി നമ്മൾ അവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒപ്പം അത് പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ അതുവഴി നമുക്ക് എക്കണോമിയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത്, എൻഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ രണ്ടാമതൊരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് സേവിങ്സ് ഹാബിറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സേവിങ്സ് ഹാബിറ്റുകൾ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വഴി ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള സേവിങ്സ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അൺപ്രൊഡക്റ്റീവ് അസറ്റുകളുടെ മുകളിലല്ലാതെ പ്രൊഡക്റ്റീവ് അസറ്റുകളുടെ മുകളിൽ സേവ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമതൊരു പോയിന്റ് പറയുന്നത് ഈസി അവൈലബിലിറ്റി ഓഫ് ഫണ്ടുകൾ. സോ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ബേസിസിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബയേഴ്സും സെല്ലേഴ്സും അവരുടെ ക്യാപിറ്റൽ അസറ്റുകളെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വഴിയാണ് ട്രേഡ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴികളിലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നു. സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ ഫണ്ടിന്റെ അവൈലബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടിന്യൂസ്ലി നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ പ്രൈസ് സ്റ്റോക്സ് ആണ്. സ്റ്റേബിൾ പ്രൈസ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ പ്രൈസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൈസ് എപ്പോഴും സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതെങ്ങനെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യുക, ഒപ്പം ബോറോവേഴ്സിന് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുവഴി നമുക്ക് സെക്യൂരിറ്റി പ്രൈസുകൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ 4 ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഓർ സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് പറഞ്ഞത്. ഇനി മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് പറയുന്നത്. സോ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഷോർട്ട് ടേം ഫണ്ടിനുള്ള ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അപ്പൊ അവിടുത്തെ മെച്യൂരിറ്റി പീരീഡ് അപ് ടു 1 year ആയിരിക്കും. ഒരു 1 year ലെസ് ദാൻ 1 year ആണ് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. സോ ബോറോ ചെയ്തിട്ടുള്ള പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, 1 yearന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 year നമുക്ക് റീപേയ്മെന്റ് നടത്താൻ പറ്റും.
ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മീഡിയം ആൻഡ് ലോങ് ടേം സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടുത്തെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ലോങ് ഓർ ഇൻഫിനൈറ്റ് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും. മണി മാർക്കറ്റിൽ എന്തില്ല, നമുക്കൊരു ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻസോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് എന്തുണ്ട്, ഇതുപോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള കാര്യങ്ങളുണ്ട്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് ഫോർമൽ നാച്ചർ ആണ്. മണി മാർക്കറ്റിൽ നമുക്കൊരു ഫോർമൽ നാച്ചർ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മണി മാർക്കറ്റ് നമുക്കൊരു ഇൻഫോർമൽ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി മൂന്നാമത് പറയുന്നത് മണി മാർക്കറ്റ് ഒരു ഹോമോജീനിയസ് മാർക്കറ്റ്. അതായത് മണി മാർക്കറ്റിൽ ഒരുപാട് സബ് മാർക്കറ്റുകൾ വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 year. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, എക്സ്പെക്ടഡ് റിട്ടേൺസ് എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ലോങ് പീരീഡ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടഡ് റിട്ടേൺ വളരെയധികം കൂടുതലായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി മാർക്കറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് ട്രഷറി ബിൽസ്, കൊമേഴ്സ്യൽ ബിൽസുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും മണി മാർക്കറ്റിൽ. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ട്രേഡ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ടുകൾ, അതുപോലെയുള്ള ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ്. സോ മണി മാർക്കറ്റിനെ കമ്പയർ ചെയ്ത് നമ്മൾ പറയുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ അവിടെ എന്താണ്, ലിക്വിഡിറ്റി കുറവായിരിക്കും. ഇനി മണി മാർക്കറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ മണി മാർക്കറ്റ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിക്ക് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് റീപേയ്മെന്റ് ചെയ്യലിൽ വരുന്ന റിസ്ക് കുറവാണ്. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റിൽ അതൊരു ലോങ് പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേയ്മെന്റ് നടത്തുന്നതിൽ ഗ്രേറ്റർ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. സോ ഇതാണ് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി ട്രേഡിന്റെ കേസിൽ നമ്മൾ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ന്യൂ ഇഷ്യൂസിന്റെ അല്ലെങ്കിൽ ന്യൂ ഫിനാൻഷ്യൽ ക്ലെയിംസിന്റെ മാർക്കറ്റിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് അഥവാ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സ്റ്റോക്സ് പബ്ലിക്കിനെ ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്തിട്ടുള്ള മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം പബ്ലിക്കിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് ഓഫ് സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റിൽ 3 രീതിയിലാണ് നമുക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക. പബ്ലിക് ഇഷ്യൂ നടത്താം, റൈറ്റ് ഇഷ്യൂ നടത്താം, അതുപോലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്താം കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡറി മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡറി മാർക്കറ്റ് പേരിൽ തന്നെ സെക്കൻഡറി സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അതായത് ഈ മാർക്കറ്റിൽ നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത് കേട്ടോ. മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ എവിടെ ട്രേഡ് ചെയ്യുന്നത്, സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് കോട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആയിരിക്കും. അതുപോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചും റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആൻഡ് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരമാണ് കേട്ടോ. സോ പ്രൈമറി മാർക്കറ്റും പറഞ്ഞു, സെക്കൻഡറി മാർക്കറ്റും പറഞ്ഞു. പിന്നെ സെക്കൻഡറി മാർക്കറ്റിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. സ്റ്റോക്ക് മാർക്കറ്റുകൾക്കൊക്കെ ഒരു ടോൺ സെറ്റ് ചെയ്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. പിന്നെ സെക്കൻഡറി മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റിന്റെ ആക്ടിവിറ്റീസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രൈമറി മാർക്കറ്റിന്റെ എഫിഷ്യൻസിയും ഗ്രോത്തും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് കേട്ടോ സെക്കൻഡറി മാർക്കറ്റ്. ഇനി പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ പ്രൈമറി മാർക്കറ്റ് നമുക്ക് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയാം. അതായത് ന്യൂ ഫിനാൻഷ്യൽ ക്ലെയിംസുകൾ, ന്യൂ ഇഷ്യൂസ് ഒക്കെയാണ് പ്രൈമറി മാർക്കറ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റിൽ കമ്പനിയും ഇൻവെസ്റ്റേഴ്സും ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇന്റർമീഡിയറീസ് വഴിയാണ് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ തന്നെയാണ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിന്റെ ഓണർഷിപ്പ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അവിടെ ഒരു കമ്പനിക്ക് ഒരു റോൾ വരുന്നില്ല. പിന്നെ പ്രൈമറി മാർക്കറ്റിൽ ഡയറക്റ്റ്ലി നമുക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻഡയറക്ട്ലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് സെക്യൂരിറ്റീസ് ബൈ ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റിൽ ബൈയിങ്ങും നടക്കുന്നുണ്ട്, സെല്ലിങ്ങും നടക്കുന്നുണ്ട് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേട്ടോ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ബൈയിങ് നടക്കുന്നുണ്ട്, ഒപ്പം സെല്ലിങ്ങും നടക്കുന്നുണ്ട്. ഇനി പ്രൈമറി മാർക്കറ്റിൽ സ്റ്റോക്കിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അവിടുത്തെ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി കേട്ടോ. സെക്കൻഡറി മാർക്കറ്റിൽ സെക്യൂരിറ്റിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ പ്രൈമറി മാർക്കറ്റിൽ നമുക്കൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒന്നും ഫിക്സ്ഡ് അല്ല.
പക്ഷെ സെക്കൻഡറി മാർക്കറ്റിൽ അതിന് സ്പെസിഫൈഡ് ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ. സ്പെസിഫൈഡ് പ്ലേസിലാണ് സെക്കൻഡറി മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറഞ്ഞത്. അതിന് നമുക്ക് പറയാനുള്ളത് ഓർഗനൈസ്ഡ് മാർക്കറ്റ് ഉണ്ട്, അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് ഉണ്ട്. ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകളെയൊക്കെയാണ് ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയാം. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്സ്യൽ ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്കുകൾ, ഫോറിൻ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള LIC, ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്, UTI, മ്യൂച്വൽ ഫണ്ട്സ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ബാങ്ക്സ്, അങ്ങനെയുള്ള ഓർഗനൈസ്ഡ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കുകളെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെയാണ് ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്തായിരിക്കും? അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്, സ്റ്റേറ്റുകള്, ഷാഫോസുകള്, ചെട്ടിയാർമാർ, മഹാജൻസ്, അങ്ങനെയുള്ള മണി ലെൻഡേഴ്സ്, ഇൻഡിവിജ്വൽസ് ബാങ്കേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് ഒരു ട്രഡീഷണൽ ലൈനിലൂടെ റൂറൽ ഏരിയകളിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഇവർ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് പ്രോമിസറി നോട്ടുകളും ഹുണ്ടീസുകളൊക്കെ ആയിരിക്കും കേട്ടോ. ഇനി മണി മാർക്കറ്റും അതിലെ പാർട്ടിസിപ്പൻസും ആണ് പറയുന്നത്. നമ്മൾ ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്താ, അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ വരുന്ന സബ് മാർക്കറ്റ്സുകൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ഏതൊക്കെയാന്നുള്ളതാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ കോൾ ഓർ നോട്ടീസ് മണി പറയുന്നുണ്ട്, നോട്ടീസ് മണി മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ്, കൊമേഴ്സ്യൽ ബില്ലുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ പറയുന്നുണ്ട്, റെപ്പോ മാർക്കറ്റ് പറയുന്നുണ്ട്, DFHI പറയുന്നുണ്ട്. ഓരോ സോ നമുക്ക് ആദ്യം പറയാനുള്ളത് കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ് ആണ്. കോൾ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് ബേസിസിൽ നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുക, ലെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കോൾ മണി എന്ന് പറയുന്നത്. സോ നോട്ടീസ് മണി എന്ന് പറയുമ്പോൾ ഒരു അപ് ടു 14 days വരെ നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ നോട്ടീസ് മണി എന്ന് പറയുന്നത്. ടേം മണി എന്ന് പറയുമ്പോൾ 14 days to 1 year വരെ മെച്യൂരിറ്റി പീരീഡിൽ നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയാം, ടേം മണി എന്ന് പറയാം. സോ 3 ടേംസ് ആണ് പറയുന്നത്. കോൾ മണി എന്ന് പറയുമ്പോൾ ഓവർനൈറ്റ് ബേസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുക അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്നു. നോട്ടീസ് മണി എന്ന് പറയുമ്പോൾ അപ് ടു 14 days വരെ നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുന്നു, ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നോട്ടീസ് മണി. 14 days to 1 year വരെ നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുന്നു അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്നുള്ളതിനെ നമ്മൾ ടേം മണി എന്ന് പറയുന്നു. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ടെലിഫോൺ, ഇന്റർനെറ്റ്, ഫാക്സ് വഴി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലെ മെയിൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, അതായത് ലോക്കൽ ഏരിയ ബാങ്കുകൾ ഒഴികെയുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രൈമറി ഡീലേഴ്സ്, ഇവരെല്ലാം കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത് പറയുന്നത് ട്രഷറി ബിൽ മാർക്കറ്റ് ആണ് കേട്ടോ. ട്രഷറി ബിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു മാർക്കറ്റ് ആണ്, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെയിൽ ആൻഡ് പർച്ചേസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ട്രഷറി ബിൽ മാർക്കറ്റ്. ഇത് നമുക്ക് T-bills അല്ലെങ്കിൽ ട്രഷറി ബിൽ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഇതൊരു പ്രോമിസറി നോട്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബിൽസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ട RBI ഓൺ ദ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് RBI ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ടുകളാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള ട്രഷറി ബിൽസ് ആണുള്ളത്. ഒന്ന് ഓർഡിനറി ഓർ റെഗുലർ ട്രഷറി ബില്ലും പിന്നെ അഡോക് ട്രഷറി ബിൽസും ഉണ്ട് കേട്ടോ. ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 14 days to 364 days ആണ്. ഏറ്റവും കുറവ് 14, ഏറ്റവും ഹൈ എന്ന് പറയുന്നത് 364 days ആണ്. ട്രഷറി ബിൽസും ഒരു പ്രോമിസറി നോട്ടാണ്. ട്രഷറി ബില്ലിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഹൈലി സെക്യൂർഡ് ആണ്, അപ്പം ഹൈലി ലിക്വിഡും ആണ്. ഹൈലി ലിക്വിഡ് ഇൻസ്ട്രുമെന്റ് കൂടാണ് ട്രഷറി ബിൽ. ഇനി ട്രഷറി ബിൽസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിനേക്കാളും കുറവായിട്ടുള്ള വാല്യൂലായിരിക്കും കേട്ടോ. ഫേസ് വാല്യൂവിനേക്കാളും കുറവായിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ അത് റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂ. അപ്പോൾ ഫേസ് വാല്യൂവിനേക്കാളും കുറവായിട്ടുള്ള പ്രൈസ് നമ്മൾ ഇഷ്യൂ ചെയ്ത് റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂലാകുമ്പോൾ അതിന്റെ ഇടയിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രഷറി ബില്ലിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ട്രഷറി ബില്ലും ഇഷ്യൂ ചെയ്യുന്നത് ഓപ്ഷൻസിലൂടെയൊക്കെയാണ്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ലേലം വഴിയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർപ്പറേഷൻസ് ഒക്കെയാണ് ട്രഷറി ബിൽ മാർക്കറ്റിലെ മെയിൻ ആയിട്ടുള്ള റോൾ വഹിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആണ്. മണി മാർക്കറ്റിലെ ഇമ്പോർട്ടന്റ് സെഗ്മെന്റ് ആയിട്ട് നമുക്ക് കൊമേഴ്സ്യൽ പേപ്പർ മാർക്കറ്റ് പറയാം. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് കൊമേഴ്സ്യൽ പേപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ പേപ്പേഴ്സും
ഒരു നമ്മുടെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടേം പോപ്പുലർ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, കൊമേഴ്സ്യൽ പേപ്പേഴ്സ് പറയാം. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് നല്ല വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിഗ് കമ്പനീസ്, നല്ല ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ബിഗ് കമ്പനീസ് ആണ് എന്ത് ചെയ്യുന്നത്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. കൊമേഴ്സ്യൽ പേപ്പേഴ്സും ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം പ്രോമിസറി നോട്ട്സ് ആയിരിക്കും കേട്ടോ. ഇത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസിനായിരിക്കാം, ബാങ്കുകൾക്കായിരിക്കും, കമ്പനീസിനായിരിക്കും, ഒപ്പം രജിസ്റ്റേർഡ് ഇന്ത്യൻ കോർപ്പറേറ്റ് ബോഡീസ് നമുക്ക് ഇഷ്യൂഡ് ചെയ്യാൻ പറ്റും. ആർക്കൊക്കെ വാങ്ങാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 15 days to 1 year, 15 ദിവസം മുതൽ 1 year വരെയാണ് ഇതിന്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എൻഡോഴ്സ്മെന്റ് വഴിയും ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഡെലിവറി നമുക്ക് നടത്താൻ പറ്റും കൊമേഴ്സ്യൽ പേപ്പേഴ്സ്. അടുത്തത് പറയുന്നത് കൊമേഴ്സ്യൽ ബിൽ മാർക്കറ്റ് ആണ്. നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് സോൾഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സെല്ലർ എന്ത് ചെയ്യും, ബയ്യർ എത്ര എമൗണ്ട് ആണോ നമുക്ക് തിരിച്ചു തരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബില്ല് ഡ്രോ ചെയ്യും. ബയ്യർ ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ ഡേറ്റില് മെൻഷൻ ചെയ്തിട്ടുള്ള പൈസ തിരിച്ച് പേ ചെയ്യുന്ന സമയത്ത് ആ ബില്ലിന് നമ്മൾ പറയുന്ന പേരാണ് ട്രേഡ് ബില്ല്. ഇവിടെ സെല്ലർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ മെച്ചൂരിറ്റി പീരീഡ് വരെ ആ ബില്ല് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ക്യാഷിന് വേണ്ടിയിട്ട് ബാങ്കിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ കൊമേഴ്സ്യൽ ബാങ്കുകളാണ് ബില്ലുകളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൊമേഴ്സ്യൽ ബില്ലുകൾ എന്ന് പറയാം. ഇവിടെ ബാങ്ക് സെല്ലർ ബാങ്കിന്റെ അടുത്തേക്ക് ബില്ല് കൊണ്ട് വരുന്ന സമയത്ത് ബാങ്ക് അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. സോ ഒരു സെർട്ടൈൻ എമൗണ്ട് ബാങ്ക് എടുത്തതിന് ശേഷം, ഈ സെർട്ടൈൻ എമൗണ്ട് ഡിഡക്ട് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് ആണ് ക്ലയന്റ് ഒരു സെല്ലർക്ക് വേണ്ടിയിട്ട് പേ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് കൊമേഴ്സ്യൽ ബിൽ മാർക്കറ്റ് ഡൊമസ്റ്റിക് ട്രേഡിലും ഫോറിൻ ട്രേഡിലും എന്ത് ചെയ്യുന്നുണ്ട്, വൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മാർക്കറ്റ് അഥവാ CD ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഒരു പ്രോമിസറി നോട്ട് തന്നെയാണ്, ബാങ്കുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനും ഒരു സ്പെസിഫിക് മെച്ചൂരിറ്റി പീരീഡ് ഉണ്ട്, അതായത് ഫിക്സഡ് ഡേറ്റിൽ നമുക്ക് റീപേയ്മെന്റ് നടത്തണം. അതുപോലെ തന്നെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ടൈം ഡെപ്പോസിറ്റിന്റെ ടൈറ്റിലൊക്കെ നമുക്ക് എന്ത് പറയാം, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് പറയാം. ഇതൊരു ബിയറർ ഇൻസ്ട്രുമെന്റ്സ് ആണ്, നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഇതിന്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 മാസം മുതൽ 12 മാസം വരെ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ മെച്ചൂരിറ്റി പീരീഡ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെ മെച്ചൂരിറ്റി പീരീഡ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെ മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. ഇത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിനായിരിക്കാം, കോർപ്പറേഷൻസിനായിരിക്കാം, കമ്പനികൾക്കായിരിക്കും, ട്രസ്റ്റിനായിരിക്കും, ഫണ്ടുകൾക്കായിരിക്കും, അസോസിയേഷൻ ആയിരിക്കും കേട്ടോ. ഇതിന്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് MMMFകളാണ് കേട്ടോ. ഇതും ഷോർട്ട് ടേം ക്യാഷ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം 24 നീഡ്സ്. അതായത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് 1997 ഒക്ടോബറിലാണ് വന്നത്. ഇത് റേറ്റഡ് കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സിൽ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ക്യാഷും ക്യാഷ് ഈക്വലൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഇതൊരു ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട്സുകളായിരിക്കും കേട്ടോ. പിന്നെ ഇതിന്റെ മിനിമം ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 15 days ആണ്. ഇൻവെസ്റ്റേഴ്സിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നല്ല രീതിയിൽ ലിക്വിഡ് ആണ്. പിന്നെ അതേപോലെ ഷോർട്ട് ടേം നീഡ്സുകൾ കാറ്റർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ MMMPF എന്നുള്ള മ്യൂച്വൽ ഫണ്ട്സുകൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് പറയുന്നത് റീപർച്ചേസ് എഗ്രിമെന്റ്സ് അഥവാ റെപ്പോ ആണ്. ഇതും ഒരു ഷോർട്ട് ടേം ബോറോയിങ് ഫണ്ട്സ് ആണ്. മണി മാർക്കറ്റിൽ നമ്മൾ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു വിത്ത് ആൻ എഗ്രിമെന്റ്. ഒരു എഗ്രിമെന്റിൽ എന്ത് എഗ്രിമെന്റാ, ഒരു സ്പെസിഫിക് ഡേറ്റില് ഈ സെക്യൂരിറ്റി തിരിച്ച് സെൽ ചെയ്യും വിത്ത് ആൻ ഹയർ പ്രൈസ്. വാങ്ങുന്ന പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിൽ ഒരു സ്പെസിഫിക് ഡേറ്റിൽ തിരിച്ച് വിൽക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റീസ് വാങ്ങുന്നത് എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റീപർച്ചേസ് എഗ്രിമെന്റ് അഥവാ റെപ്പോ. സോ പർച്ചേസ് പ്രൈസും അതിന്റെ ഒറിജിനൽ കോസ്റ്റും, ഒറിജിനൽ പ്രൈസും പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ബോറോവർ അഥവാ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു ഫോർ ക്യാഷ്, അതായത് പർച്ചേസ് ചെയ്യുന്നു വിത്ത് ആൻ എഗ്രിമെന്റ് ഓഫ് സെല്ലിംഗ്. സെല്ല് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് ഡേറ്റിൽ സെല്ല് ചെയ്യുന്നു, പക്ഷെ എന്നൊരു ഹയർ പ്രൈസിലായിരിക്കും സെല്ല് ചെയ്യുന്നുണ്ടാവുക. ഷോർട്ട് ടേം ലിക്വിഡിറ്റിക്കൊക്കെ വേണ്ടി തന്നെയാണ് റീപർച്ചേസ് എഗ്രിമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ വാഗ്വൽ വർക്കിംഗ് ഗ്രൂപ്പ് റെക്കമെൻഡേഷൻസിന് പ്രകാരം കേട്ടോ. വാഗ്വൽ വർക്കിംഗ് ഗ്രൂപ്പ് റെക്കമെൻഡേഷൻസിന് പ്രകാരം RBI പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയും ഓൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ജോയിൻ ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റഡ് ആണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. മണി മാർക്കറ്റ് സെഗ്മെന്റ്സിന്റെ എല്ലാ ട്രാൻസാക്ഷൻസിലും ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ
എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് കോൾ നോട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കോൾ മണി, നോട്ടീസ് മണി, ടേം മണികൾ, പിന്നെ ട്രഷറി ബിൽസിന്റെ പർച്ചേസ്, അതിന്റെ സെയിൽസ്, പിന്നെ കൊമേഴ്സ്യൽ ബില്ലുകള്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകൾ, കൊമേഴ്സ്യൽ പേപ്പേഴ്സ്, ഇതിന്റെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് RBI സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മണി മാർക്കറ്റിലെ ഒരു ഇന്റർമീഡിയറി റോൾ ആയിട്ടാണ് ഈ DFHI വരുന്നത്. ഒപ്പം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് റെഗുലേറ്റ് ചെയ്യാൻ മണി മാർക്കറ്റ് സെഗ്മെന്റുകളിലെല്ലാം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, മണി മാർക്കറ്റിൽ ലിക്വിഡിറ്റി എൻഷർ ചെയ്യും, ഇൻസ്ട്രുമെന്റ്സുകളുടെ ലിക്വിഡിറ്റി എൻഷർ ചെയ്യുന്നു, അതേപോലെ ട്രാൻസാക്ഷൻസ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. പിന്നെ പക്ഷെ ഒരു റെഗുലർ, ഇപ്പൊ മീഡിയം സൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം മണി മാർക്കറ്റിൽ ഒരു റെഗുലർ പാർട്ടിസിപ്പൻസ് അല്ല. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ കൊടുക്കുക, അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഇതിൽ വരുന്നുണ്ട്, DFHIയുടെ അണ്ടറിൽ വരുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് പാർട്ട് ലാസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ നിർത്തിയത്. സോ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ തുടങ്ങിയത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ റോൾ എന്താണ്, സോ ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ബോറോവേഴ്സിന്റെ കയ്യിലേക്ക് എങ്ങനെ ഫണ്ട് വരുന്നു, എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന് ഒരു അലോക്കേറ്റീവ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ പറയും. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞു, ഇക്കണോമിക് ഫംഗ്ഷൻസും ഫിനാൻഷ്യൽ ഫംഗ്ഷൻസും പ്ലസ് 3 അഡീഷൻ ഫംഗ്ഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ മെച്യൂരിറ്റി സ്ട്രക്ചറിന്റെ ബേസിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്പം ട്രേഡിന്റെ കേസിൽ നമ്മൾ എന്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ 4 ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മണി മാർക്കറ്റിന്റെയും ക്യാപിറ്റൽ മാർക്കറ്റിന്റെയും കമ്പാരിസൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്താ, സെക്കൻഡറി മാർക്കറ്റ് എന്താന്ന് ഡിസ്കസ് ചെയ്തു. ഒപ്പം പ്രൈമറി മാർക്കറ്റിന്റെയും സെക്കൻഡറി മാർക്കറ്റിന്റെയും ഒരു കമ്പാരിസൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓർഗനൈസ്ഡ് മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മാർക്കറ്റും എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഒപ്പം മണി മാർക്കറ്റിന്റെ സബ് മാർക്കറ്റ്സും അതിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.